എല്ലാവർക്കും മേരീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഭട്ടൂര എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിൻ്റെ അകത്ത് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ കപ്പിന് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ഉപ്പ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. റവ ചേർക്കുന്നത് ഇത് നല്ല ക്രിസ്പി ആകാനാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ തൈരാണ്. ഇത് പുളിയില്ലാത്ത തൈരാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം വേണം ഇത് കുഴച്ച് വെക്കാൻ. ഇത് എത്രമാത്രം നമ്മളിട്ട് ഇളക്കുന്നോ അത്രമാത്രം മയം കിട്ടും ഇതിന്. ഇങ്ങനെ ഇളക്കി കുഴച്ച് വെക്കണം. തൈര് ഒഴിച്ച് നമ്മൾ കുഴയ്ക്കുമ്പോഴും ഇതിന് നനവ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് ലേശം വെള്ളം ഇച്ചിരിച്ച തളിച്ച് ഇത് കുഴച്ച് വെക്കാം. ഈ പരുവത്തിലാണ് ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഒരു ട്രേക്കകത്തോട്ടിടാം. ഇതിങ്ങനെ വലിച്ച് നീട്ടണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സ്വല്പം എണ്ണ കയ്യിൽ പുരട്ടി നല്ലവണ്ണം ഒന്നും കൂടെ കുഴയ്ക്കണം. കയ്യിലിട്ട് നല്ലവണ്ണം മയം വരുത്തി ഇതിനെ നമുക്ക് ഈ പാത്രത്തിലോട്ടിട്ടിട്ട് 2 മണിക്കൂർ നേരം ഇത് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് ഇതുണ്ട്, നല്ല മയമുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുട്ടി എടുക്കാം. നല്ലോണം എണ്ണ കൈ തൂത്ത് വേണം ഇത് ഉരുട്ടാനായിട്ട്. ഇതുപോലെ തീരെ ചെറുതുമല്ല, ഈ വലിപ്പത്തിൽ വേണം ഉരുട്ടിയെടുക്കാൻ. നല്ലോണം എണ്ണ പുരട്ടി വേണം പരത്താൻ വേണ്ടി. ഇത് കയ്യിലെടുത്ത് വേണം പിന്നെയും പരത്താൻ, അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് ഒട്ടിപ്പിടിക്കും. അപ്പം എല്ലായിടവും ഒരേ വലിപ്പത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടി. തീരെ അങ്ങ് കനം കുറഞ്ഞും പോകരുത്, എന്നാൽ ഒരു തരി കനം വേണം താനും. ഇങ്ങനെ തിരിച്ചിട്ടും വേണം പരത്താനായിട്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. ഇത് ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നല്ലവണ്ണം ചൂടായി കിടക്കണം. എന്നിട്ട് ഇതുപോലെ പുറത്ത് ഇങ്ങനെ തട്ടി കൊടുക്കണം. അപ്പോൾ അത് നല്ലവണ്ണം പൊങ്ങി വരും. ഇതുണ്ടോ, ഇതുപോലെ വേണം എടുക്കാൻ. അടുത്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതുകൊണ്ട് തവ കൊണ്ട് ഇങ്ങനെ മറിച്ചിടണം നല്ലവണ്ണം. അപ്പോൾ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിൽ എടുത്ത് വെക്കാം. ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.